യൂഫോറിയ എന്നുള്ള വാക്ക് തന്നെ യു ഫോർ ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്. ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് എങ്ങനെ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇൻഡിവിജ്വലിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ പല രീതിയിൽ കുട്ടികൾ സെഗ്മെന്റൈസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഒരു പക്ഷേ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ തന്നെ സെഗ്മെന്റൈസ് ചെയ്ത് മാറ്റി നിർത്തപ്പെടുന്ന ചില കുട്ടികളുണ്ടാവാം. അത് ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ കുറ്റം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ പേരൻസിന്റെ കുറ്റം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഇവരിൽ കണ്ടുവരുന്ന ചില ബിഹേവിയറൽ പാറ്റേൺ കൊണ്ടായിരിക്കാം. പക്ഷെ അതിനൊരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ അതേ രീതിയിൽ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ, ആ കുട്ടികളെ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ ഓപ്പൺ അപ്പ് ആവും. അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ആളുകളോട്, ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകളോട് അവർ ചേർന്ന് നിൽക്കും. അങ്ങനെ വരുമ്പോൾ യൂഫോറിയയുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ ആസ് ദേ ആർ. ഒരാള് ആദ്യത്തെ സമയത്ത് ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമല്ല. ഒരു ഇത്തിരി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമല്ല. അതിനപ്പുറത്തേക്ക് എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിയിൽ നല്ല രീതിയിലുള്ള ഒരു കഴിവുണ്ടാവാം. അത് അതേ രീതിയിൽ തന്നെ എക്യുപ്പ് ചെയ്ത് അതേ രീതിയിൽ തന്നെ കുറച്ചുകൂടി ഒന്ന് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ ഈ നാടിനോ അല്ലെങ്കിൽ സ്കൂളിനോ തന്നെ അഭിമാനമായിട്ട് മാറാം. അതിന് യൂഫോറിയ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ മെമ്മറി ടെക്നിക്ക് അല്ലെങ്കിൽ ലേണിംഗ് ടെക്നിക്ക്, അവരുടെ അക്കാഡമിക് എക്സലൻസ് വിത്ത് ലൈഫ് സ്കിൽ, അതായത് അക്കാഡമിക് എക്സലൻസ് വിത്ത് മോറൽ ഇന്റഗ്രിറ്റി എന്നൊരു കാര്യം, ഇത് രണ്ടും കൂടെ ഒരേ രീതിയിൽ ബാലൻസ്ഡ് ആയി വരുമ്പോൾ അവർക്ക് തന്നെ ഇല്ലാത്ത സെൽഫ് എസ്റ്റീം കൂടി വരികയും, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ അഡോളസന്റിലേക്ക് വരുമ്പോൾ ഓവർ കോൺഫിഡന്റ് ആണ്. ഇത് രണ്ടും അപകടം. ഒന്ന് ഏറ്റവും താഴെ എന്നുള്ളതും വേറൊന്ന് ഒന്നുമല്ലാത്തൊരു മൂഢസ്വർഗത്തിൽ മുകളിൽ എന്നുള്ളതും, അവിടെ നിന്നുള്ള വീഴ്ചയും അപകടം. അപ്പൊ ഇത് രണ്ടും അല്ല, ഇതിന്റെ കൃത്യമായിട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ സെൽഫ് റിയലൈസേഷൻ ഈ പറയുന്ന യൂഫോറിയയിൽ നിന്ന് കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ പലപ്പോഴും സാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതാണ് യൂഫോറിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാക്കുന്നത്.